നമസ്കാരം. നമ്മൾ ദിവസവും മൊബൈലിലും ടി വിയിലുമൊക്കെ ആയിട്ട് എത്രയെത്ര വാർത്തകളാണ് കാണുന്നത്. രാഷ്ട്രീയം, സിനിമ, ട്രെൻഡിങ് വിഷയങ്ങൾ, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മുടെ വിരൽത്തുമ്പിലൂടെ ദിവസവും കടന്നു പോകുന്നത്. എന്നാൽ നമ്മൾ അറിയാതെ പോകുന്ന, അല്ലെങ്കിൽ നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ അത്ര പ്രാധാന്യത്തോടെ ചർച്ച ചെയ്യാൻ മടിക്കുന്ന വളരെ ഗൗരവമുള്ള ഒരു വിഷയമുണ്ട്. അതാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ജലം കൊണ്ട് നമ്മൾ മുറിവേൽക്കാൻ പോകുന്ന, ജലക്ഷാമം കൊണ്ട് വലിയ ഒരു വിഭാഗം ജനങ്ങൾ വലയാൻ പോകുന്ന ഒരു അതിരൂക്ഷമായ കാലഘട്ടത്തിലേക്കാണ് ഇന്ത്യയും നമ്മുടെ നാടും കടന്നു പോകുന്നത്. ഇവിടെ രണ്ട് പ്രധാനപ്പെട്ട വാർത്തകളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്ന്, ഇന്ത്യക്കുള്ളിൽ നിശബ്ദമായി നടന്നുകൊണ്ടിരിക്കുന്ന ഉപരിതല ജലസ്രോതസ്സുകളുടെ വലിയ തോതിലുള്ള നാശമാണ്. രണ്ട്, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള നയതന്ത്ര തലത്തിലെ സിന്ധു നദീജല കരാർ തർക്കങ്ങളും അതിനു പിന്നിലെ ജിയോ പൊളിറ്റിക്സും. നമുക്കാദ്യം ഇന്ത്യക്കകത്തെ വലിയൊരു മുന്നറിയിപ്പിലേക്ക് കടക്കാം. ഉപഗ്രഹ ചിത്രങ്ങൾ ഉപയോഗിച്ച് നടത്തിയ വളരെ ഗൗരവമുള്ള ഒരു പഠന റിപ്പോർട്ട് അടുത്തിടെ പുറത്തു വന്നിട്ടുണ്ട്. 1990 മുതൽ 2017 വരെയുള്ള കാലയളവിലെ ഇന്ത്യയിലെ ഏകദേശം 76 പ്രധാന തടാകങ്ങളും കുളങ്ങളും ജലസംഭരണികളും കൃത്യമായി നിരീക്ഷിച്ച ശേഷമാണ് ശാസ്ത്രജ്ഞർ ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. അതിൽ കണ്ടെത്തിയ ഞെട്ടിക്കുന്ന വസ്തുത എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ രാജ്യത്തെ ജലാശയങ്ങളിൽ 44.8% ഉപരിതല വിസ്തീർണം കാര്യമായി കുറഞ്ഞിരിക്കുന്നു. അതായത് പകുതിയോളം വരുന്ന കുളങ്ങളും തടാകങ്ങളും വറ്റി വിസ്തീർണം ചുരുങ്ങി ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് എന്നതാണ് അർത്ഥം. കേവലം 28% ജലാശയങ്ങൾ മാത്രമാണ് വികസിച്ചിട്ടുള്ളത്. 26% ഭാഗത്ത് വലിയ മാറ്റമില്ലാതെ തുടരുന്നു. ഇവിടെ ശരിക്കും എന്താണ് സംഭവിക്കുന്നത്? മഴ കുറയുമ്പോൾ ജലാശയങ്ങളുടെ വിസ്തീർണത്തിൽ ശരാശരി 5% വരെ ഇടിവുണ്ടാകുന്നു. എന്നാൽ തുടർച്ചയായി 2 സീസണുകളിൽ വരൾച്ചയോ മഴക്കുറവോ ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്നത് വളരെ ഭയാനകമാണ്. ദുർബലമായ ഒരു മൺസൂണിന് പിന്നാലെ വറ്റിവരണ്ട ഒരു ശൈത്യകാലം കൂടി വന്നാൽ ജലാശയങ്ങളുടെ വിസ്തീർണം 10% ഒറ്റയടിക്ക് കുറയുന്നു. ഇങ്ങനെ സംഭവിക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്ന ആ ജലസമ്പത്ത് അടുത്ത ഒരു നല്ല മഴക്കാലം കൊണ്ട് തിരിച്ചു പിടിക്കാൻ നമുക്ക് കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. പ്രത്യേകിച്ച് ഒരു ചതുരശ്ര കിലോമീറ്ററിൽ താഴെ വിസ്തീർണമുള്ള ചെറിയ കുളങ്ങളും തടാകങ്ങളുമാണ് ഏറ്റവും വേഗത്തിൽ നാശത്തിലേക്ക് പോകുന്നത്. ആഴക്കുറവും ചെറിയ വിസ്തീർണവും കാരണം സൂര്യപ്രകാശമേറ്റ് വേഗത്തിൽ ബാഷ്പീകരണം നടക്കുകയും ജലനിരപ്പ് പെട്ടെന്ന് താഴുകയും ചെയ്യുന്നു. ഗംഗാ സമതലങ്ങൾ, മധ്യ ഇന്ത്യയിലെ അർദ്ധവരണ്ട പ്രദേശങ്ങൾ, കൃഷ്ണ, കാവേരി, പെന്നാർ നദീതടങ്ങൾ എന്നിവിടങ്ങളിലാണ് ഇതിൻ്റെ ആഘാതം ഏറ്റവും രൂക്ഷമായി അനുഭവപ്പെടുന്നത്. ചില ഗംഗാ നദീതടങ്ങളിൽ ജലാശയ വിസ്തീർണം 60% കുറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഭാവിയിൽ അനുഭവിക്കാൻ പോകുന്ന കുടിവെള്ളക്ഷാമത്തിൻ്റെ വ്യാപ്തി എത്രത്തോളം വലുതാണെന്ന് ആലോചിച്ച് നോക്കൂ. അതേസമയം ഹിമാലയൻ മേഖലയിലെ ചില തടാകങ്ങളുടെ വിസ്തീർണം വർദ്ധിച്ചതായി കണ്ടിട്ടുണ്ട്. പക്ഷേ അതൊരു നല്ല കാര്യമായി കണ്ട് സന്തോഷിക്കാൻ വരുന്നതിന് മുൻപ് ആഗോളതാപനം കാരണം ചൂട് കൂടുന്നത് കൊണ്ട് അവിടെയുള്ള മഞ്ഞുമലകളും ഹിമാനികളും വേഗത്തിൽ ഉരുകുന്നതാണ് ഇതിന് കാരണം. ഇത് ദീർഘകാല ജലസുരക്ഷയുടെ ലക്ഷണമല്ല, മറിച്ച് ഭാവിയിൽ ഹിമാലയൻ നദികളിൽ വലിയ പ്രളയങ്ങൾ ഉണ്ടാകുമെന്നതിൻ്റെ വ്യക്തമായ സൂചനകളാണ്. ഇനി നമുക്ക് ഇതിൻ്റെ രണ്ടാമത്തെ വശത്തേക്ക് വരാം. അതാണ് ഇന്ത്യ പാക് അതിർത്തി പങ്കിടുന്ന സിന്ധു നദീജല കരാർ. 1960 ഒപ്പുവെച്ച ഈ കരാർ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ എത്രയോ യുദ്ധങ്ങളും കടുത്ത രാഷ്ട്രീയ സംഘർഷങ്ങളും ഉണ്ടായിട്ടും തകരാതെ അതിജീവിച്ച ഒന്നാണ്. എന്നാൽ സമീപകാലത്തുണ്ടായ സുരക്ഷാ ഭീഷണികളുടെയും പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെയും പശ്ചാത്തലത്തിൽ ഇന്ത്യ ഇതിൽ നിലപാടുകൾ കർശനമാക്കുകയും ചില ചർച്ചകൾ മരവിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇന്ത്യയെ സംബന്ധിച്ച് നമ്മുടെ രാജ്യത്ത് വലിയ തോതിലുള്ള നഗരവൽക്കരണവും വ്യവസായ വികസനവും അതിവേഗം നടക്കുകയാണ്. അതിനൊപ്പം അപ്രതീക്ഷിതമായ കാലാവസ്ഥാ വ്യതിയാനവും കൂടിച്ചേരുമ്പോൾ ഇന്ത്യയുടെ സ്വന്തം ജലാവശ്യങ്ങൾ മുൻപെങ്ങുമില്ലാത്ത വിധം വർദ്ധിച്ചിരിക്കുന്നു. ഇതിനു മുൻപ് പതിറ്റാണ്ടുകളായി നമ്മൾ സ്വന്തം അവകാശങ്ങൾ പൂർണ്ണമായി ഉപയോഗിക്കാതെ പാകിസ്ഥാന് വെള്ളം നൽകുന്നതിൽ വലിയ നിയന്ത്രണവും ഉദാരതയും കാണിച്ചിരുന്നു. പക്ഷേ സ്വന്തം കർഷകരുടെയും ജനങ്ങളുടെയും ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകേണ്ട ഒരു അവസ്ഥയിലേക്ക് ഇന്ന് ഇന്ത്യയും എത്തിയിരിക്കുകയാണ്.
അതേസമയം പാകിസ്ഥാനിൽ ഈ ജലലഭ്യത കുറയുന്നത് വലിയൊരു പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. അവിടെ കർഷകർ കൃഷി ചെയ്യാൻ വെള്ളമില്ലാതെ കഷ്ടപ്പെടുന്നു. പാക് അധീന കാശ്മീരിലൊക്കെ വലിയ ജനരോക്ഷവും ഭരണകൂടത്തിനെതിരെയുള്ള സംഘർഷവുമാണ് ഇതിനെ ചൊല്ലി നടക്കുന്നത്. ചുരുക്കത്തിൽ 21ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ തന്ത്രപ്രധാനമായ പോരാട്ടങ്ങളും നയതന്ത്ര പ്രശ്നങ്ങളും ഇനി വെള്ളത്തിന് വേണ്ടിയായിരിക്കും എന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇതൊക്കെ ഉത്തരേന്ത്യയിലെ കാര്യമല്ലേ, അല്ലെങ്കിൽ അതിർത്തിയിലെ കാര്യങ്ങളല്ലേ എന്ന് കരുതി നമുക്ക് മലയാളികൾക്ക് മാറി നിൽക്കാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. നമ്മുടെ സ്വന്തം കേരളത്തിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ ജൂലൈ മാസമാണ്. സാധാരണ ഈ സമയത്ത് നമ്മൾ കനത്ത മഴയത്ത് കുടയും ചൂടി തണുത്തു വിറച്ച് ഇരിക്കേണ്ടതാണ്. എന്നാൽ ഇന്ന് പല വീടുകളിലും ജൂലൈ മാസത്തിൽ AC ഇടേണ്ട ഗതികേടിലാണ് നമ്മൾ. ജൂണിലും ജൂലൈയിലും പെയ്യേണ്ട മൺസൂൺ മഴ പ്രകൃതി തടഞ്ഞു വെച്ചിരിക്കുന്നു. പസഫിക് സമുദ്രത്തിലെ താപനില വ്യതിയാനങ്ങളും എൽനിനോ പ്രതിഭാസവുമൊക്കെയാണ് ഇതിന് കാരണമായി ശാസ്ത്രജ്ഞർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇനി വരാനിരിക്കുന്ന ഓഗസ്റ്റ് മാസത്തിൽ ഇപ്പോൾ കിട്ടാത്ത മഴയെല്ലാം കൂടി ഒറ്റയടിക്ക് പ്രകൃതി തന്നാൽ എന്തായിരിക്കും സ്ഥിതി? ആലോചിച്ചിട്ടുണ്ടോ? വീണ്ടും രൂക്ഷമായ പ്രളയവും ഉരുൾപൊട്ടലുമായിരിക്കും നമ്മളെ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് രാജ്യത്തിനകത്തായാലും പുറത്തായാലും വരും ദിനങ്ങളിൽ ജലം എന്നത് കേവലം ഒരു പ്രകൃതി വിഭവമല്ല, മറിച്ച് നമ്മൾ അതിജീവിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന ഏറ്റവും ഗൗരവമുള്ള ഘടകമായി മാറുകയാണ്. വരൾച്ചയെ ഒരു സീസണിലെ മാത്രം താൽക്കാലിക പ്രശ്നമായി കാണാതെ ദീർഘകാലാടിസ്ഥാനത്തിൽ ജലസംരക്ഷണം ഉറപ്പാക്കാൻ ഭരണാധികാരികളും ജനങ്ങളും ഒരുപോലെ കണ്ണു തുറക്കേണ്ട സമയമത്രയും അതിക്രമിച്ചിരിക്കുന്നു. നമ്മൾ മറ്റനാവശ്യ വിവാദങ്ങൾക്കും സോഷ്യൽ മീഡിയ ചർച്ചകൾക്കും പിന്നാലെ പോകുമ്പോൾ പ്രകൃതി നമ്മളോട് വളരെ നിശബ്ദമായി ചോദിക്കുന്ന ഈ ചോദ്യം നമ്മൾ കേൾക്കാതെ പോകരുത്. വരാനിരിക്കുന്ന ഈ വലിയ ജലക്ഷാമത്തെ നേരിടാൻ ശരിക്കും നമ്മൾ സജ്ജരാകണമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നന്ദി.